സുരേഷ് ഗോപിക്ക് പറയാൻ അയാളെ അടുത്ത് പോകാനുള്ള യോഗ്യത ഇവനുണ്ട്. അയാൾ എന്ത് മഹാനായിട്ടൊരു മനുഷ്യൻ. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനല്ലേ, നല്ല എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളല്ലേ. എനിക്ക് അല്പം നാളുകൂടെ ജീവിക്കണം, വടി കൊടുത്തതിന് ഞാൻ അടി മേടിക്കുന്നത്. സ്വഭാവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആൾക്കാർ ആ നന്മ ഉൾക്കൊണ്ടുകൊണ്ടാണ് അയാളെ ആ മനുഷ്യനെ ജയിപ്പിച്ച് വിട്ടത്. ഇവൻ മഹാപന്നത്ത ഇവനൊക്കെ ഈ ഗവൺമെൻറ്റിൽ ഇരിക്കാനുള്ള അധികാരം പിന്നെ ഒരു കാര്യം ആക്രി ഗവൺമെൻറ്റുമാണ്. സുരേഷ് ഗോപിയും KB ഗണേഷ് കുമാറും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സമൂഹ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുവരുന്നതാണ്. സുരേഷ് ഗോപിക്കല്ല കുഴപ്പം, ജയിപ്പിച്ച തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയതെന്നാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചാലോ? സുരേഷ് ഗോപി തൃശ്ശൂരുകാർക്ക് പറ്റിയ അബദ്ധമാണെന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, നല്ല സമൂഹത്തിലെല്ലാം നല്ല പേരുള്ള ഒരു വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്. എൻ്റെ അഭിപ്രായം അതാണ്, നല്ല മനുഷ്യനാണ്. തൃശ്ശൂർക്ക് പറ്റിയ അബദ്ധമല്ല, തൃശ്ശൂർക്ക് നല്ലത് ചെയ്യാനാണ് അയാൾ ശ്രമിക്കുന്നത്. MP ആയിരിക്കുന്ന ഒരു വ്യക്തി പൊതുജനങ്ങളോട് എങ്ങനെ ഇടപെടണം എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് MLA-മാരും MP-മാരും ഈ നാട്ടിൽ വന്നു പോയവരാണ്. ഒന്ന് അവരെ ചരിത്രം കൂടെ ഒന്ന് പഠിക്കുന്ന നല്ല കാര്യമായിരിക്കും. എന്താണ് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എന്ത് കാര്യമാണെന്ന് സുരേഷ് ഗോപിക്ക് തന്നെ സംസാരിക്കേണ്ട വോയിസ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തൃശ്ശൂർക്കാർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ അബദ്ധമാണ്. കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. സുരേഷ് ഗോപിനെ കുറ്റം പറയത്തില്ല, സുരേഷ് ഗോപി പറയത്തില്ല, ഗണേഷ് കുമാറിന് പറയത്തില്ല. എനിക്ക് അങ്ങനെ യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ പുള്ളിയുടെ സംസാരത്തിന് ഒരു ഇത്തിരി സ്പീഡ് കൂടുതലാണ്. സുരേഷ് ഗോപിക്ക് അത്രയേ ഉള്ളൂ കുഴപ്പം, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. തെറ്റ് തിരുത്തും. കേരള ജനതയിലെ അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തുക തന്നെ ചെയ്യും. അതൊരു വലിയ ജനങ്ങൾക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണ്. സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പുള്ളിയുടെ ഒരു പബ്ലിക് അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ് എല്ലാം വളരെ നെഗറ്റീവാണ്. അത് എനിക്കും അതേ അഭിപ്രായമുണ്ട്. തൃശ്ശൂരുകാർക്ക് അബദ്ധം പറ്റുമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഗണേഷ് കുമാറിന് അവന് വിവരമൊന്നുമില്ല. അവൻ ഇവിടെ KSRTC ജീവനക്കാരെ കിടന്ന് പെടാപ്പാട് പെടുത്തുന്നുണ്ട്. അവൻ സുരേഷ് ഗോപിയെ വിളിക്കാനുള്ള അന്തസ്സൊന്നും അവനില്ല. അവൻ്റെ മുറ്റത്ത് പോലും പോകാനുള്ള അധികാരമില്ല അവന്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യനെയൊക്കെ ഈ നാറിയൻ്റെ പണി നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറയാൻ പാടില്ല. അത്ര ചെറ്റാണ് അവൻ്റെ കുടുംബത്തിൽ തന്നെ എന്തെല്ലാം വിഷയമുണ്ട് ഈ ഗണേഷ് കുമാറിന്. അവൻ്റെ കുടുംബത്തിന് കയറ്റാൻ കൊള്ളാം. അവൻ ഡൈവോഴ്സ് കേസിലെല്ലാം ഇപ്പം ഇന്നത്തെ ഒരു മുഖമാണ്. ഈ മുഖം തിരിച്ചറിയാമെന്ന് പറഞ്ഞ മുഖത്തിൻ്റെ അടിച്ചു പൊട്ടിച്ച മുഖമൊക്കെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. ഇവൻ മഹാപന്നത്ത ഇവനൊക്കെ ഈ ഗവൺമെൻറ്റിൽ ഇരിക്കാനുള്ള അധികാരം പിന്നെ ഒരു കാര്യം ആക്രി ഗവൺമെൻറ്റുമാണ് ഇവനെയൊക്കെ പിടിച്ചിരുത്തിക്കണം. അതുകൊണ്ട് ഇവന് സുരേഷ് ഗോപിക്ക് പറയാൻ അയാളെ അടുത്ത് പോകാനുള്ള യോഗ്യത ഇവനുണ്ട്. അയാൾ എന്ത് മഹാനായിട്ടൊരു മനുഷ്യൻ, അയാളൊരു നല്ലൊരു പ്രസ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്. ഗണേഷ് കുമാർ പറയുന്ന കള്ളമാണ്. ഗണേഷ് കുമാർ എതിർ പാർട്ടി ആയതുകൊണ്ട് പുള്ളിയെ കുറിച്ച് പറഞ്ഞു. MP അല്ലേ? ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, രണ്ട് രാഷ്ട്രീയക്കാരല്ലേ. അയാളെ പറയും, ഇയാളെ പറയും, അത്രയേ ഉള്ളൂ. അയാളുടെ സ്വഭാവം സിനിമയിലല്ലോ ജീവിതം, സിനിമയിൽ പോകും അല്ലേ വേണ്ടത്. എല്ലാവരോടും ഒരു എടുത്തുചാട്ടം അങ്ങനെയുണ്ട്. പിന്നെ അയാൾ MP ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് എന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ തോന്നുന്നുണ്ട്. അയാൾ എന്തായാലും ഒരു നല്ല മനുഷ്യൻ തന്നെ, പറഞ്ഞ കാര്യം കൃത്യമായി നടപ്പാക്കാൻ ശേഷിയുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തൃശ്ശൂരുകാർക്ക് പറ്റിയ ഒരു അബദ്ധമല്ല. അല്ല, ഉറപ്പായിട്ടും അല്ല. രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ഓരോരുത്തർ കുത്തി പറയുമല്ലോ. സുരേഷ് ഗോപി നല്ല കാര്യം ചെയ്തെന്ന് ഞാൻ വിചാരിക്കും. ജനങ്ങളല്ലേ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കയറ്റി വിട്ടത്. പിന്നെ അത് മന്ത്രിസ്ഥാനം ആദ്യമായിട്ടല്ലേ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ആരായിരുന്നാലും, ഇപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നാലും നമ്മൾ ആദ്യമേ പിടിച്ചിരുത്തി അവർക്കൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ കേന്ദ്രമന്ത്രിയെ പഠിച്ചൊക്കെ വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥിക്കുമല്ല, ഈ പാർട്ടിയെ കണക്കാക്കിയാണ് വോട്ട് കൊടുത്തത്. BJP ഒരാളിനെ ജയിപ്പിച്ച് വിടാം, നമുക്ക് വല്ല ഗുണം കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അത്രയേ ഉള്ളൂ. അല്ലാതെ അബദ്ധം പറ്റുന്ന കാര്യം കേരളീയർക്ക് അബദ്ധം പറ്റുന്ന പ്രശ്നമേ ഇല്ല. അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ ജാടയും ഒക്കെ വളരെ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളതാണ്. അത് നമുക്ക് ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കുള്ള ഒരു ധാർഷ്ട്യമുണ്ട് അയാളുടെ മുഖത്തും പ്രവൃത്തിയും. പിന്നെ അയാൾക്ക് വർഗീയത മുറ്റി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ രീതിയിലും ഞങ്ങൾ കിടക്കുന്നുണ്ട്. സുരേഷ് ഗോപി അബദ്ധമാണെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞൂടെ? അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അറിഞ്ഞൂടെ? അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ച് ആ പറഞ്ഞ മണ്ടനെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. രാഷ്ട്രീയക്കാരല്ലേ, അതിനോട് യോജിക്കാൻ പറ്റില്ല. അബദ്ധമൊന്നുമല്ല.
ഒരിക്കലും അല്ല. ഒരു നേതാവിനെ തിരഞ്ഞെടുത്തത് അബദ്ധമല്ലല്ലോ. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനല്ലേ, ആണ്. നല്ല എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളല്ലേ. അപ്പം സുരേഷ് ഗോപി കൊള്ളാമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എനിക്ക് ചിലപ്പം ചില പ്രവൃത്തികളിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിയുടെ. കാരണം മാധ്യമങ്ങളോടൊക്കെ ആ പുള്ളി സംസാരിക്കുന്ന ഷൗട്ട് ചെയ്ത രീതി, പുള്ളി ഇപ്പോഴും ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ കമ്മീഷണറിൻ്റെ സെറ്റിലാണെന്നൊക്കെയാണ് പുള്ളിയുടെ വിചാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. പത്രങ്ങൾ, മീഡിയ എന്നൊക്കെ പറയുന്നത് എപ്പോഴും അവരാണ് ലിങ്ക് ബിറ്റ്വീൻ ജനങ്ങളുടെയും ഇതിൻ്റെ ഇടയ്ക്കുള്ള ലിങ്ക്. അവർ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കും. അത് ചിലപ്പോൾ പ്രൊവോക്കിംഗ് ആയിരിക്കാം, മേ ബി. അവിടെ ഒരു ബാലൻസ് കാണിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തിട്ടാണല്ലോ ഈ പണിക്ക് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ബാലൻസ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ആരോപണം കേൾക്കേണ്ട ബാധ്യതയും വരും. അതാണ് ട്രോളുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് അനുഭവിച്ചു തന്നെ ആകണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാലറിയാം, മാധ്യമങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് പറയുന്ന തനി ഇതിലായിട്ടില്ല പറയുന്നത്. വളരെ മോശമായിട്ടില്ല അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു പൊതുജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ടാൽ പിന്നെ മനസ്സിലാവുന്നതല്ലേ. ആർക്കാണ് മനസ്സിലാവാത്ത അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി? അദ്ദേഹം ഇവിടുന്നോ രാജാവായിട്ട് ഇറങ്ങി വന്നതുപോലെയല്ലേ പിന്നെ പ്രജയും രാജാവും തമ്മിലുള്ള ആ രീതിയല്ലേ അദ്ദേഹം കാണിക്കുന്നത്. ഇത് കേരളമാണ്, ഇവിടെ ഒരുപാട് പേര് അനുഭവിച്ചു പോയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമില്ല കേരള ജനതയ്ക്ക്. അതിനുള്ള സത്യം പറഞ്ഞാൽ അദ്ദേഹം അതിനുള്ള പിന്നെ പാർലമെൻ്ററി ആവാനോ ഒരു ജനപ്രതി ആവാനുള്ള ഒരു യോഗ്യനൊന്നും. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ രീതി വേറെ, അദ്ദേഹത്തിൻ്റെ തൊഴിൽ വേറെ. ആ രീതിയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതുമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്ത്യ ഭരിക്കാനോ കേരളത്തിൽ നിന്നും ഒരു BJP പ്രതിനിധി കേന്ദ്രത്തിലേക്ക് പോകാനോ യാതൊരു വിധമായ യോഗ്യതയുമില്ല എന്ന് തന്നെയാണ് പറയാം. ഒന്ന്, മതത്തിനെക്കുറിച്ചുള്ള വർഗീയതകളെ ഇളക്കി വിടുക, പരസ്പരം ജനങ്ങളെ തമ്മിലടുപ്പിക്കുക, ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രസ്താവനകളും പ്രവൃത്തികളുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിനെ സംബന്ധിച്ച് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരാവശ്യവുമില്ല. അങ്ങനെ ഇതുവരെയും നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. എല്ലാ കാര്യത്തിലും അങ്ങേരോട് ചോദിക്കും. നമുക്കറിയാമല്ലോ ഓരോരുത്തർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നതിനെ പറ്റിയ സഹായങ്ങൾ ചെയ്തില്ല. അപ്പം നമ്മൾ ഒരു കാലവും അങ്ങേര് മോശമൊന്നും പറയാൻ പാടില്ല. അല്ല, ഇന്നും നമ്മൾ പാവപ്പെട്ടൊരു ചെന്ന് കേട്ടാൽ നമുക്ക് സഹായം ചെയ്ത് തരും. എൻ്റെ മനസ്സിലതാണ്. വയസ്സ് 70 എനിക്ക് അല്പം നാളുകൂടെ ജീവിക്കണം. വടി കൊടുത്തതിന് ഞാൻ അടി മേടിക്കുന്നത് ആവശ്യമില്ലാത്തൊരു കാര്യവും ഞാൻ പറയത്തില്ല. എല്ലാം നേർവഴി, എല്ലാ ദൈവം അനുഗ്രഹിക്കട്ടെ, അത്രയേ ഉള്ളൂ കാര്യം. അതുപോലെ സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്. അല്ല, അതൊരു അബദ്ധമാണെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാ? പുള്ളിയുടെ ഓരോ രീതികളൊക്കെ അങ്ങനെയാണല്ലോ, ഓരോന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടല്ലോ. നല്ലൊരു വ്യക്തിയല്ലേ അദ്ദേഹം? ഒരിക്കലും അബദ്ധമായിരിക്കില്ല. ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി വളരെ നല്ല മനുഷ്യനാണ്. ഗണേഷാണ് മോശം. പത്തനാപുരത്തേക്കാണ് തെറ്റ് പറ്റിയത്. അങ്ങനെ എനിക്ക് പറയാം. കാരണം അയാൾ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആൾക്കാർ ആ നന്മ ഉൾക്കൊണ്ടുകൊണ്ടാണ് അയാളെ ആ മനുഷ്യനെ ജയിപ്പിച്ച് വിട്ടത്. അപ്പോൾ ഇനിയെല്ലാം ആ മനുഷ്യൻ തന്നെ എല്ലാം മനസ്സിലാക്കി നല്ലതായിട്ട് പോയി കഴിഞ്ഞാൽ തുടർന്ന് സ്ഥാനത്ത് ഇരിക്കാം എന്നുള്ള അഭിപ്രായം പറയണം. ശരി. ഇല്ല, അങ്ങനെ അബദ്ധം ചെയ്തിട്ടില്ല. ഇന്നുവരെ നല്ല പ്രവർത്തനത്തിലെ കൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഒരിക്കലും ഒരു അബദ്ധമായിരിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും അവരവരതായ കഴിവിനുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ട്. നല്ലതാണെങ്കിൽ നാട്ടുകാരും അംഗീകരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ച്. അതിന് അബദ്ധമൊന്നും പറയാൻ ഇല്ല. ഇല്ല. പറയാക്കോ? ഇല്ല. ഓക്കെ അല്ല.